നമസ്കാരം. ഇസ്ലാമിക മതവിദ്വേഷ പ്രചാരകൻ ജാക്കിർ നായിക്. ഇയാള് കാലങ്ങളായി മലേഷ്യയിലാണ് താമസം. ഇന്ത്യയിലടക്കം ഇയാൾക്കെതിരെ നിരവധി കേസുകളും ഒക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് ഇന്ത്യയിൽ കാലുകുത്താൻ നിവൃത്തിയില്ല. കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യും. ഈ അടുത്ത കാലത്ത് ഇദ്ദേഹത്തിന് എയ്ഡ്സ് എന്ന മഹാരോഗമാണ് എന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ള കാര്യം പിന്നീട് ചർച്ച ചെയ്ത് പരിശോധിച്ച് കണ്ടില്ല. പിന്നീട് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ എയ്ഡ്സ് ചികിത്സയ്ക്കായിട്ടാണ് ഇയാൾ ലണ്ടനിൽ എത്തിയ ഒരു കഥ ഒരു ഗ്രൂപ്പിൽ കണ്ടു. ലണ്ടനിൽ പോയത് അതിനാണോ എന്നറിയില്ല. ലണ്ടനിൽ പോയപ്പോൾ ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായോ എന്നതും ഒന്ന് സ്ഥിരീകരിക്കേണ്ടതാണ്. എന്തായാലും ഒരു ഗ്രൂപ്പിൽ വന്നതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്ഥായിയായ ഭാവം മതവിദ്വേഷ പ്രചരണമായതുകൊണ്ടും മത തീവ്രവാദി ആയതുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം സംഭവിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ വന്ന ഹിന്ദു പരിവാർ എന്ന ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റാണ് ഇത്. ഇസ്ലാമിക പ്രഭാഷകൻ എന്നാണ് പറയുന്നത്. പ്രഭാഷകനല്ല, ഇസ്ലാമിക മതവിദ്വേഷ പ്രചാരകനും മത തീവ്രവാദ പ്രവർത്തകനുമാണ് സക്കീർ നായിക്. സക്കീർ നായിക് തന്റെ എയ്ഡ്സ് ചികിത്സയ്ക്കായി ലണ്ടനിൽ എത്തിയപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായി ഒരു ടാക്സിയിൽ കയറി. വണ്ടിയോടവേ അയാൾ ഡ്രൈവറോട് പറഞ്ഞു, സഹോദര, ദയവായി റേഡിയോ ഓഫ് ചെയ്യുക. വിശുദ്ധ ഖുറാന്റെ വിധിപ്രകാരം സംഗീതം എനിക്ക് ഹറാമാണ്. കാരണം പ്രവാചകന്റെ കാലത്ത് സംഗീതമില്ലായിരുന്നു, പ്രത്യേകിച്ച് പാശ്ചാത്യ സംഗീതം, അതും അവിശ്വാസികളുടെ സംഗീതം എന്ന് സക്കീർ നായിക് പറഞ്ഞതായി ഈ പോസ്റ്റിൽ പറയുന്നു. ഇത് കേട്ട ടാക്സി ഡ്രൈവർ മാന്യമായി FM റേഡിയോ ഓഫ് ചെയ്തു. ടാക്സി നിർത്തി പുറകിലെ ഡോർ തുറന്ന സക്കീർ നായിക്കിനോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. സക്കീർ നായിക് ഡ്രൈവറോട് ചോദിച്ചു, സഹോദര, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഡ്രൈവർ മാന്യമായി മറുപടി പറഞ്ഞു, പ്രവാചകന്റെ കാലത്ത് ടാക്സികൾ ഇല്ലായിരുന്നു, ബോംബുകൾ ഇല്ലായിരുന്നു, വിമാന ഹൈജാക്കുകൾ ഇല്ലായിരുന്നു, ആത്മഹത്യാ ആക്രമണങ്ങൾ ഇല്ലായിരുന്നു, RDX ഇല്ലായിരുന്നു, AK-56, AK-47 മുതലായവ ഇല്ലായിരുന്നു. കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും വേണ്ടാത്ത സമയങ്ങളിൽ ഉറക്കം ഉണർത്തുന്ന ഉച്ചഭാഷണികൾ ആരും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അതിനാൽ പള്ളികളിൽ അത് വെച്ചിട്ടില്ലായിരുന്നു. എല്ലായിടത്തും സമാധാനം മാത്രം. അതുകൊണ്ട് താങ്കൾ മിണ്ടാതിരിക്കൂ. ദയവായി കാറിന്റെ പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു ഒട്ടകത്തിനായി കാത്തു നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ്. ഇയാൾ ഒരു മതവിദ്വേഷ പ്രചാരകൻ തന്നെയാണ്. അതായത് എങ്ങനെ ഇസ്ലാം എന്ന് പറയുന്ന മതം പ്രചരിപ്പിക്കാം, അതിന്റെ തീവ്രത എങ്ങനെ വർദ്ധിപ്പിക്കാം. ഇപ്പം ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ കാഫറുകളെ, അതായത് ഇസ്ലാം വിശ്വാസം സ്വീകരിക്കാത്തവരെയൊക്കെ കൊല്ലണം എന്നാണ് പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ഈ വേദഗ്രന്ഥങ്ങളുടെയൊക്കെ ചില കോട്ടിങ്ങുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ചുമ്മാ അങ്ങ് പറയുകയാണ്, എന്തെങ്കിലുമൊക്കെ പറയുകയാണ്. ഋഗ്വേദ, യജുർവേദ, ഭഗവത്ഗീത എന്നൊക്കെ പറയുകയാണ്. ഇയാള് പല രീതിയിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. ശരിക്കും കലാപാഹ്വാനമാണ് നടത്തുന്നത്. അതായത് മുസ്ലിങ്ങളോട് മറ്റുള്ള മതസ്ഥരെ കൊല്ലാനുള്ള ഒരു പരോക്ഷ ആഹ്വാനമാണ് ഈ സക്കീർ നായിക് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട്. ഇയാൾക്കെതിരെ വിവിധ രാജ്യങ്ങളിൽ വിലക്കുണ്ട്, കേസുകളുണ്ട്, ഒക്കെയുണ്ട്. അപ്പം ഒരു ഒട്ടകത്തിനായി കാത്തു നിൽക്കാൻ ഒരു ടാക്സി ഡ്രൈവർ ഇയാളോട് ആവശ്യപ്പെട്ടു എന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് കേട്ടപ്പോൾ രസകരമായിട്ട് തോന്നിയതുകൊണ്ട് ഇയാളൊരു മതവിദ്വേഷ പ്രചാരകനും ഇയാൾ ഈ 6ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആ ഒരു സംഗീതമൊക്കെ ഹറാമായ ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു പ്രാകൃതനായ മത തീവ്രവാദി ആയതുകൊണ്ടും ഇത് രസകരമായി കൂടി കൗതുകകരമായി കൂടി തോന്നിയത് കൊണ്ടാണ് ഇതൊന്ന് പങ്കുവച്ചത്. ഇത് സത്യമാണെങ്കിൽ, അതായത് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് പ്രേക്ഷകരെ അതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാം.